Meet the editors. ചോദ്യം ഇതാണ്, രാഹുൽ തുടങ്ങി. സുജയ, രാഹുലിനെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിട്ടില്ല. തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. അതും നരേന്ദ്രമോദിക്കെതിരെ. വളരെ ഗുരുതരമായ ആരോപണം. സ്റ്റോക്ക് മാർക്കറ്റ് കുംഭകോണം എന്നൊക്കെ നമ്മൾ ഹർഷത് മേത്തയുടെ കാലത്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എക്സിറ്റ് പോളുമായി ബന്ധിപ്പിച്ചാണ് ഒരു ഓഹരി കുംഭകോണം എന്ന് പറയാവുന്ന ഒരു അലിഗേഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം. രാഹുൽ പണി തുടങ്ങിയോ? ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി പണി തുടങ്ങി എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം രാഹുൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അലിഗേഷൻസ്, അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ JPC അന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണങ്ങൾ കണ്ടിട്ടുള്ളതാണ്, UPAയുടെ കാലത്തും കണ്ടിട്ടുള്ളതാണ്. അതിനായി JPC പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ JPCയുടെ മുന്നിൽ ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ തെളിവ് നൽകേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ തെളിവ്, ഈ ആരോപണം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IB റിപ്പോർട്ട്, അതായത് കാവൽ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, സർക്കാർ രാജിവെച്ചിരിക്കുന്നു. കാവൽ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെക്കുറിച്ചുമാണ്, ഒപ്പം നിർമ്മലാ സീതാരാമനെ കുറിച്ചുമാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന JPCയിൽ, ആ JPC എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു JPCയാണ് വരിക. ആ JPCയിൽ ഈ IB റിപ്പോർട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇന്റലിജൻസ് ബ്യൂറോയുടേതടക്കം തെളിവുകൾ പരിശോധിച്ചായിരിക്കും അതിൽ അന്വേഷണം മുന്നോട്ട് പോവുക. അപ്പോൾ 220 സീറ്റ്, ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ പോയിന്റ് 220 സീറ്റേ കിട്ടൂ എന്നുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള കോടികളുടെ തട്ടിപ്പ്. ആ കോടികളുടെ തട്ടിപ്പ് നടത്താനായി പ്രധാനമന്ത്രി ഉപയോഗിച്ച, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിനിടയിൽ പറഞ്ഞ തീയതിയും പറഞ്ഞിട്ടുണ്ട്. മെയ് 19 അപ്പോൾ നരേന്ദ്രമോദിക്ക് 220 എന്നുള്ള IB റിപ്പോർട്ട് കിട്ടിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളിൽ ബിഗസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഗസ്റ്റ് സ്കാം നടക്കുകയാണെങ്കിൽ അതിൽ വരേണ്ട ഏത് രീതിയിലുള്ള ഒരു നിക്ഷേപമാണ്, ഈ പറയുന്ന രീതിയിൽ ആണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രേഡേഴ്സിന് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് മൂലം അവർ നഷ്ടത്തിലായി, അവരുടെ ഈ സ്റ്റോക്കിൽ അവർ നിക്ഷേപിച്ച പണം മുഴുവൻ നഷ്ടമായി. ആ ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യാനായി ശ്രമിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും വലിയ ഒരു ആരോപണമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗാംബ്ലിങ്ങിന്, ഒരു ചൂതാട്ടത്തിന് സമാനമായ ഒരു നീക്കമാണ് നടത്തിയതെങ്കിൽ അത് കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പൊസിഷൻ എന്താണ്, എക്കണോമി എന്ന നിലയിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. ഇന്ത്യ ഇപ്പോൾ ലോകത്തെ തന്നെ 5th ലാർജസ്റ്റ് എക്കണോമിയാണ്. അതിൽ നിന്ന് 3rd ടേമിലേക്ക് മോദി മാനിഫെസ്റ്റോയിലടക്കം പറഞ്ഞിരുന്നത് എന്താണ്, 3rd ലാർജസ്റ്റ് എക്കണോമിയായി നമ്മൾ മാറാൻ പോകുന്നു. നരേന്ദ്രമോദിയുടെ 3ാം ടേം എന്ന് പറയുന്നത് 3rd ലാർജസ്റ്റ് എക്കണോമിയിലേക്കുള്ള പോക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എങ്ങനെയായിരുന്നു ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ അതുപോലെ തന്നെ മാർക്കറ്റിന്റെ അവസ്ഥ എന്നത് കൂടി നമ്മൾ നോക്കണം. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ മാർക്കറ്റ് ക്യാപ്പ് വന്ന് നിൽക്കുന്നത് $10 ട്രില്യൺ. അതായത് ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ 5 എക്കണോമീസിന്റെ, ഏറ്റവും വലിയ എക്കണോമീസിന്റെ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 4ാം തീയതി ജൂൺ 4 സംഭവിച്ചത് എന്താണ്, എങ്ങനെയാണ് സ്റ്റോക്സ് പെർഫോം ചെയ്തത് എന്നുള്ളത്, ജൂൺ 3 എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ജൂൺ 4 എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നത് എടുത്തു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലേക്ക് നയിക്കാവുന്ന ചില ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു JPC അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ അലിഗേഷൻ ഉന്നയിച്ചയാൾ ഈ 2 ദിവസത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇതിന് മുന്നേ സംഭവിച്ച കാര്യത്തിന് തെളിവ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. 4 വർഷത്തിനിടയിലെ 2020, 2024 ഈ 2 വർഷങ്ങൾ പ്രധാനമാണ്. 2020 അറിയാമല്ലോ, നമ്മൾ കോവിഡ് ലോക്ക്ഡൌണിലേക്ക് പോയത്. അതായത് ഇതിന് മുമ്പ് എപ്പോഴാണ് നടന്നതെന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ 2020 കോവിഡ് കാലത്താണ് ഇതിനു മുൻപ് ഇത്രയും വലിയൊരു ഡിപ്പിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2020 മാർച്ച് 23 ആ മാർച്ച് 23 പ്രത്യേകത എന്താണ്, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസം. ആ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് 23 തീയതിയാണ് സെൻസെക്സും നിഫ്റ്റിയും 13% ഡിക്ലൈൻ, ഇതിനേക്കാൾ വലിയ ഡിക്ലൈനിലേക്ക് പോയത് അന്നാണ്. സമാനമായ ഒരു ഡിക്ലൈനിലേക്ക് നമ്മുടെ ഓഹരി വിപണിയെ കൊണ്ടുചെന്നിട്ടതാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൃത്യമായി രാഹുൽ ഗാന്ധി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് കൃത്യമാണെങ്കിൽ
അല്ലെങ്കിൽ രാജ്യം മുഴുവൻ, അതായത് നമ്മുടെ കേരളത്തിലുമുള്ള നിക്ഷേപകർ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ധാരാളം ആളുകൾ ഈ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ആ രീതിയിൽ നിക്ഷേപിക്കാൻ പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ 4 വർഷത്തെ ബിഗസ്റ്റ് സിംഗിൾ ഡേ ഫോൾ ഈ ജൂൺ 4-ന് സംഭവിച്ചതിന് കാരണം ഈ രീതിയിലുള്ള റോങ് അഡ്വൈസ് ആണോ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ഈ ജൂൺ 3-ന്റെ സാഹചര്യം നമ്മൾ ജൂൺ 3-ന് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 3-ന് സ്റ്റോക്സിലെല്ലാം ഒരു ബുൾ റാലിയാണ്, അതായത് കുതിപ്പാണ്. രാവിലെ മുതൽ തന്നെ ഒരു കുതിപ്പാണ് ഈ സ്റ്റോക്സിലെല്ലാം നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ BSE എടുക്കുമ്പോൾ BSE പകൽ മുഴുവൻ, ഡേ ടൈം മുഴുവൻ നല്ല രീതിയിൽ ട്രേഡിംഗ് നടക്കുന്നു. എന്നിട്ട് അവസാനം ക്ലോസ് ചെയ്യുന്നത് 76,468.78-ലാണ്. അതായത് നമ്മൾ 2020-ലെ ഏറ്റവും ഡിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബിഗസ്റ്റ് ഗെയിൻ ആണ് സംഭവിച്ചത്. 3 വർഷത്തെ ഏറ്റവും വലിയ വളർച്ചയാണ് അന്നത്തെ ദിവസം ജൂൺ 3-ാം തീയതി, അതായത് റിസൾട്ട് വരുന്നതിൻ്റെ തലേനാൾ നമ്മൾ കാണുന്നത്. അത് നിഫ്റ്റിയിലും പ്രകടമാണ്. നിഫ്റ്റി 733.20 ഉയർന്നുകൊണ്ട് 23,263-ൽ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും രണ്ടിലും, സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ രീതിയിൽ ഉയർച്ച കാണിക്കുന്ന വ്യാപാരമാണ് നടന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഉയർന്ന നിലയിൽ തന്നെയാണ്. ഇനി 4-ാം തീയതിയിലേക്ക് വരാം. 4-ാം തീയതിയിലേക്ക് വരുമ്പോൾ സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന എത്രയിലാണ്? 72,079-ലാണ്. ഡേ ടൈമിലെ ട്രേഡിംഗിൽ, അതായത് ഡേ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരായിരിക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക? അത് ഇന്ത്യ മുന്നണിക്കും സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലെയും വ്യതിയാനം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഈ മാർക്കറ്റ് കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. അതൊരു ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ട്രേഡാണ് പകൽ സമയത്ത് ജൂൺ 4-ാം തീയതി നടന്നുകൊണ്ടിരുന്നത്. അതായത് പക്ഷേ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, എൻഡ് ചെയ്യുന്നത് ഈ 70,234 വരെ പോയിട്ട് 72,079-ലാണ് ജൂൺ 4-ാം തീയതി ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ആ ക്ലോസ് ചെയ്യുന്നത് 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ലോയിലാണോ എന്നുള്ളതിലാണ് അതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റ് കിടക്കുന്നത്. അല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മളിതെടുത്ത് കൃത്യമായി അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. 2 മാസത്തിനിടയിലെ ലോയിലേക്ക് മാത്രമാണ്, അതായത് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് ഏപ്രിൽ മാസത്തിലുണ്ടായ ഡിപ്പിലേക്ക് മാത്രമാണ് ഇത് എത്തിയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള കോടികളുടെ നഷ്ടം എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത്. എന്തായാലും പീയൂഷ് ഗോയലാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി എന്ന് ഞാൻ നോക്കുമ്പോൾ, BJPയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൃത്യമായ ഒരു പ്രതികരണം പീയൂഷ് ഗോയലിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. പീയൂഷ് ഗോയൽ പറയുന്നത് ഒരു രാഷ്ട്രീയ മറുപടിയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടില്ല, അതുകൊണ്ട് നിക്ഷേപകരെ പറ്റിക്കുന്നതിനായി BJPക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചനാവാദമാണ്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അറിവോടെ ഒരു ഓഹരി തട്ടിപ്പ്, അതും എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു ഫിഗർ വെച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് എന്നുള്ള ആരോപണത്തെ BJP ഇപ്പോൾ വിശദീകരിക്കുന്നത് ഒരു ഗൂഢാലോചന എന്ന രീതിയിലാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയുണ്ട് എന്നത് കൂടി നോക്കണം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് UPA കാലത്ത് 21%. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് 21% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ NDA 1 and 2 ആ കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ അത് 16% കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫാക്ട്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് അവിടെയും പാളിയിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 67 ലക്ഷം കോടിയിൽ നിന്ന് NDA കാലത്ത് 415 ലക്ഷം കോടിയായി ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് എന്നുള്ള വാദം നിൽക്കില്ല, മറിച്ച് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടിയിരിക്കുന്നത്. രണ്ടിടത്തും BSE എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ടിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി നോക്കൂ, കേരളത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഞാനടക്കം നിക്ഷേപിക്കുന്ന ആളാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നിക്ഷേപത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധന കൂടി നമ്മൾ കാണണം. 2014 ശേഷം ആ വളർച്ച ഉണ്ടായിരിക്കുന്നത് 10 ലക്ഷം കോടിയിൽ നിന്ന് 56 ലക്ഷം കോടിയിലേക്കാണ്. അപ്പോൾ 10 lakh crores to 56 lakh crores എന്ന് പറയുമ്പോൾ ഒരു 5-fold ആണ്, 5 ഇരട്ടി വർധന അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ചേർന്നുകൊണ്ട് ഒരു ഓഹരി കുംഭകോണം നടത്തിയെന്നുള്ള ആരോപണം അത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അവിശ്വസിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതൊരു JPC അന്വേഷണത്തിലേക്ക് വരണം. അതിൽ രാഹുൽ ഗാന്ധി ഇത് പ്രൂവ് ചെയ്യുകയും വേണം. അല്ലാത്ത പക്ഷം ഏറ്റവും വലിയ ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം എത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. ഓക്കെ. നോക്കൂ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി ബൻസ്വാര പ്രസംഗം നടത്തുന്നത്. നമ്മൾ ചർച്ചകളിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണ് എന്താണ് ബൻസ്വാര പ്രസംഗത്തിൻ്റെ പ്രകോപനം എന്നുള്ളത്. ആദ്യഘട്ടത്തിലെ ഫലം എന്താണെന്നറിയാമോ?
122 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് 65 സീറ്റുകളിൽ ജയിക്കുകയാണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുകയാണ് ചെയ്യുന്നത്. NDA അതിൻ്റെ പകുതിയിൽ താഴെയാണ്, അതായത് 32 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കുന്നത്. അതിനുശേഷമാണ് ഏപ്രിൽ 21 ബൻസ്വാര പ്രസംഗം പ്രധാനമന്ത്രി നടത്തുന്നത്. രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും പ്രധാനമന്ത്രി ബൻസ്വാര പ്രസംഗവും ഈ വർഗീയ വിദ്വേഷവും ഒക്കെ വാരിത്തേച്ച് അദ്ദേഹം സെക്കൻഡ് ഫേസിൽ 87 സീറ്റുകൾ നേടി. 87 സീറ്റുകളിലായിരുന്നു സെക്കൻഡ് ഫേസ്. 48 സീറ്റുകളിൽ മുൻതൂക്കം നേടി. 39 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ ബ്ലോക്ക്. മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോഴേക്കും 94-ൽ 60 സീറ്റുകൾ എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള BJPയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തകർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം ഗിയർ മാറ്റി വർഗീയ വിദ്വേഷമായി പ്രധാന പ്രചാരണായുധം. അതിനുശേഷം കാര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തെന്താണ്? ആദ്യഘട്ടത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിക്കൊള്ളട്ടെ, BJPയുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടായിക്കൊള്ളട്ടെ, എക്സിറ്റ് പോൾ ഫലമായിക്കോട്ടെ, എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ BJPയോട് ഈ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് പിന്നീട് BJP അവരുടെ അജണ്ടകൾ മാറ്റി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കാണാം. നോക്കൂ, സ്റ്റോക്ക് സംബന്ധിച്ച് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷമാണ് അദാനിക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ മുമ്പുണ്ടായിരുന്ന വാല്യൂവിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എത്രയോ മാസങ്ങൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലൊരു തിരിച്ചുവരവാൻ നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മാത്രമല്ല, ഇടയ്ക്ക് ഈ പറയുന്ന സത്താ മാർക്കറ്റൊക്കെ നെഗറ്റീവായി പ്രതികരിച്ചപ്പോൾ വീണ്ടും സ്റ്റോക്ക് ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. 1.5 വരെ ഇടിഞ്ഞു തുടങ്ങിയിരുന്നു സെൻസെക്സും മറ്റ് ഇതൊക്കെ തന്നെയും. അപ്പോൾ പിന്നീടാണ് അമിത്ഷാ പറയുന്നത്, ചാർസൗ പാർ ഞങ്ങൾ വിട്ടിട്ടില്ല, ചാർസൗ പാറിലേക്ക് തന്നെ വീണ്ടും നറേറ്റീവിനെ തിരിച്ചു കൊണ്ടുവന്നു. വിവിധ അഭിമുഖങ്ങളിലൂടെ, പ്രത്യേകിച്ച് NDTVയുമായിട്ടുള്ള അഭിമുഖങ്ങളിലൂടെ തന്നെ ചാർസൗ പാറിൻ്റെ നറേറ്റീവ് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ശരിയായി വന്നത്. എക്സിറ്റ് പോൾ കൂടെ വന്നതിന് ശേഷം അതെങ്ങനെയായി? അത് വീണ്ടും ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ തിരികെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നോക്കൂ, ഒരു കോലീഷൻ വന്ന സ്വാഭാവികമായിട്ടും ഇവർക്കറിയാം കോലീഷനാണെന്ന്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഫേസിൽ ശേഷം അവർ മാറ്റിയത്. പിന്നീട് ഓരോ ഘട്ടത്തിലും അവരുടെ വിലയിരുത്തൽ കൃത്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോലീഷനാണ് വരുന്നത് എന്നറിയാം. കോലീഷൻ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അദാനി സ്റ്റോക്സിന് തിരികെ കയറാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ കെജ്രിവാൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. കെജ്രിവാൾ ദില്ലി നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ്? അദാനി ഒരു ഫ്രണ്ട് മാത്രമാണ്, ഇത് യഥാർത്ഥത്തിൽ BJPയുടെ പണമാണ്, നരേന്ദ്രമോദിയുടെയും മറ്റും പണമാണ് എന്നാണ് അരവിന്ദ് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് വരിക്കാം. ഇപ്പോൾ ഈ നിലയിലൊരു കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ആ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അദാനി ഒരു പാർട്ട്ണറായിരിക്കാം, രണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏജൻസികൾ ഒരു പാർട്ട്ണറായിരിക്കാം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു പാർട്ട്ണറായിരിക്കാം. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും അന്വേഷണം നടത്തണമെന്ന് പറയേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ, ഇനിയിപ്പോൾ പഴയ ഇന്ത്യയിലെ പ്രതിപക്ഷമല്ല, 234 പേര് നല്ല വാട്ടി പോലെ അവിടെ നിൽക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പാതിയാണ്. നിങ്ങൾക്ക് പഴയതുപോലെ ഇനി കാര്യം നോക്കൂ, ഇനിയിപ്പോൾ ഓപ്പോസിഷൻ ലീഡറുണ്ട്. ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തിൻ്റെ ലെഗ്സിലേക്ക് വന്നാൽ ബാക്കി അവിടെയുള്ളവരെല്ലാം ഇരിക്കണം. ഓപ്പോസിഷൻ ലീഡർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടി വരും സ്പീക്കർക്ക്. അത് ഏത് സ്പീക്കറായാലും, TDPയുടെ സ്പീക്കറായാലും BJPയുടെ സ്പീക്കറായാലും. ഷാഡോ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ഓപ്പോസിഷൻ ലീഡർ. ക്യാബിനറ്റ് പദവിയുള്ള ആളാണ്. പ്രധാനമന്ത്രി എവിടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയെ സ്പീക്കർക്ക് സഭയിൽ വിളിച്ചു വരുത്തേണ്ട ഗതികേട് വരും. നോക്കൂ, നമ്മുടെ ഇന്നത്തെ 17ാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു പോയാൽ, അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നില്ല ലോക്സഭയിൽ. ഇനി അങ്ങനെയല്ല വരാൻ പോകുന്നു. അതിപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും വേറൊരാളായാലും ആ നിലയിൽ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ
അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായും ഈ പറയുന്ന സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും നിലവിലുള്ള രീതി അനുസരിച്ച് NDA തന്നെയാണ് 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഇന്ത്യ ബ്ലോക്ക് തീരുമാനിച്ചിട്ടുള്ളത് NDA സഖ്യ സർക്കാർ രൂപീകരിച്ചു കൊള്ളട്ടെ എന്നല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് തീരുമാനം, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് നായിഡുവിന് അവിടെ മടുക്കുന്നുവോ, എന്ന് നിതീഷ് കുമാറിന് അവിടെ മടുക്കുന്നുവോ, പുതിയ സർക്കാരിന് സജ്ജമായിട്ടാണ്. ഇന്നിപ്പോൾ മമതാ ബാനർജിയുടെ മരുമകൻ പറയുന്നത് 3 BJP MPമാർ തന്നെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ശ്രമം തുടരുക തന്നെ വേണം എന്നുള്ളതാണ്. മറുപക്ഷത്ത് ഉദ്ധവ് ഠാക്കറെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ BJP നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകണ്ട. പക്ഷേ കാണേണ്ട കാര്യമുണ്ട്. കാരണം അവിടെ മഹാരാഷ്ട്രയിൽ BJPയുടെയും NDAയുടെയും ക്രെഡിബിലിറ്റി തകർന്നടിഞ്ഞ് നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിലുള്ള സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയും ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. വരാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനും ഹരിയാനയും ജാർഖണ്ഡും. ഈ 3 സംസ്ഥാനങ്ങളിലും നിലവിൽ ആൻറ്റി ഇൻകംബൻസി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചലനം അത് വിട്ടുപോകുന്നില്ല. ഏതായാലും ഞാൻ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ വരികയും സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് വളരെ ടാക്റ്റിക്കലായിട്ടുള്ള മൂവാണ്. നോക്കൂ, സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ JPCയുടെ അന്വേഷണമൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പാർലമെൻറ്റിൻ്റെ റോള് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. പകുതി ഇരിക്കുന്ന ഒരു ലോക്സഭയിൽ ഞങ്ങൾ ഇനി പാർലമെൻറ്റ് അംഗങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് NDA നേരിടാൻ പോകുന്നത് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്നത്തെ സമയത്ത്. നോക്കൂ, 60 സീറ്റിൻ്റെ വ്യത്യാസം. ഇന്നിപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് സർക്കാർ രൂപീകരിക്കാൻ വെറും 60 പേരുടെ മാത്രം കുറവ് ആണുള്ളത്. ഈ 60 പേരെ നികത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. നിലവിൽ ഒന്നുമല്ലാതെ കിടക്കുന്ന 18 പേരെങ്കിലും ഉണ്ട്. പിന്നെ പ്ലസ് ഈ പറയുന്ന 2 പാർട്ടികൾ 60 പേരില്ലല്ലോ, 234 അല്ലേ? 72 അല്ല, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അതായത് NDAയും ഇവരും തമ്മിലുള്ള ഗ്യാപ്പ്. അതെ. അപ്പോൾ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TMC തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെയും വർദ്ധിത വീര്യത്തിലാണ്. ഈ പറയുന്ന പാർലമെൻറ്റിലെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പോരാടാൻ പോകുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. പാർലമെൻ്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന സമരമുഖം. അതുകൊണ്ടാണ് JPCയുടെ അന്വേഷണം ഇത് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണാകുണയൊന്നും പറയാൻ പറ്റില്ല അവിടെ. പ്രധാനമന്ത്രിക്ക് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും എന്നതൊന്നും പറ്റുമൊന്നുമില്ല. സ്പീക്കർ പദവി TDP ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2 പാർട്ടികൾ ആവശ്യപ്പെട്ടതിൽ വളരെ വിചിത്രമായ ആവശ്യങ്ങളാണ്. TDP പണ്ട് TMC ബാലയോഗി TDPയുടെ സ്പീക്കർ ആയിരുന്നിട്ടുണ്ട്. TMC ബാലയോഗി വളരെ പുതുക്കാരനായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ആളാണ്. ഈ സ്പീക്കർ പദവി, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് കാര്യങ്ങൾ അറിയുന്ന ഒരാളെ വിളിച്ചു ചോദിക്കായിരുന്നു, എന്തിനാണ് സ്പീക്കർ പദവി? ഈ അവിശ്വാസ പ്രമേയവും വിശ്വാസ പ്രമേയം ഒക്കെ വരുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ സ്പീക്കർക്ക് ഏത് മന്ത്രിയെയും വിളിച്ചു വരുത്താൻ കഴിയും. അവരുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള പദ്ധതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. സ്പീക്കർ ലോക്സഭയിൽ ഒരു പരാമർശം നടത്തിയാൽ അത് ആ മന്ത്രിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ വലിയ കാര്യങ്ങളുണ്ട്, എന്താണ് പ്രത്യേക പദവി അടക്കമുള്ള വലിയ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ചെറിയ പദ്ധതി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ AMSന് വേണ്ടി നമ്മൾ എത്ര കാലമായി പറയുന്നു. ഇതൊക്കെ സ്പീക്കറുടെ ഒരു പരാമർശം കൂടെ നടക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ. നേരത്തെ TMC ബാലയോഗി ഉണ്ടായതുപോലെ തന്നെ നിതീഷ് ആണെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? നയപരമായി എന്താണോ നരേന്ദ്രമോദി എതിർത്തത്, അതായത് രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാതി സെൻസസ് എന്നാണ് പറഞ്ഞിരുന്നത്, അത് തന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വേറെ കാര്യം. അഗ്നിപഥ് പിൻവലിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം 2 കാര്യങ്ങളാണ് ഈ സർക്കാരിനെ വീഴ്ത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് അഗ്നിപഥ്, 2 ഈ പറയുന്ന അബ്കി ബാർ 400 സംവരണം എടുത്തു കളയും എന്നുള്ള സാധനം. പോട്ടെ, അതിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം. ഏതായാലും നിതീഷ് ജാതി സംവരണം കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കാൻ, ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയമായി നാണം കെടും നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. രാഹുൽ ഗാന്ധി പണി തുടങ്ങിയോ എന്നാണ് ചോദ്യം. രാഹുൽ ഗാന്ധി പണി തുടങ്ങി എന്നാണ് എൻ്റെ ഉത്തരം.
രാഹുൽ ഗാന്ധി ആ പഴയ രാഹുൽ ഗാന്ധിയായി ആവേശത്തോടുകൂടി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി സ്ഥാനാരോഹണത്തിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ കിരീടദാനം നടത്തുകയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ട്രെയിലറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിക്ചർ അഭി ബാക്കി ഹൈ. അത് സംഭവിക്കാൻ പോകുന്നത് എവിടെയാണ്? പാർലമെന്റിലാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചരിത്രം പക്ഷേ അത്ര സുന്ദരമൊന്നുമല്ല. നമുക്കറിയാവുന്നതുപോലെ 1987-കളിലാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഏറ്റവും വിവാദമായ ബോഫോഴ്സ് സ്കാം അന്വേഷിക്കുന്നത്. എന്നിട്ട് എന്തായി? ബോഫോഴ്സ് സ്കാം അന്വേഷിച്ചു, ഒടുവിൽ അത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു, പക്ഷേ പാസ്സായില്ല. അതായത് അംഗീകരിച്ചില്ല, പല പ്രൊവിഷനുകളും അംഗീകരിച്ചില്ല. ഹർഷദ് മേത്ത 1992 ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമായിരുന്നു ഹർഷദ് മേത്തയുടെ കുംഭകോണം. അതിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വന്നു. അന്ന് ഗുലാം നബി ആസാദോ മറ്റോ ആണ് അത് ഉന്നയിക്കുന്നത്. അതിനുശേഷം കേതൻ പരേഖ് എന്ന് പറയുന്ന മറ്റൊരു ഓഹരി കുംഭകോണം വന്നു. ആ കേതൻ പരേഖ് സ്റ്റോക്ക് സ്കാമിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായി. അത് പ്രമോദ് മഹാജനാണ് ഉന്നയിക്കുന്നത് അന്ന് BJPയുടെ കാലത്ത്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം പാർലമെന്റിൽ വെളിച്ചം കാണാതെ അടഞ്ഞു പോകുന്ന ചരിത്രമാണ് ഉണ്ടായത്. കേതൻ പരേഖിന്റെ കാര്യത്തിലാണെങ്കിൽ ജോയിന്റ് പക്ഷേ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം പേരിന് വേണ്ടിയാണ്. ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് സർക്കാരിന് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം, അതിലുള്ള അംഗസംഖ്യ സർക്കാരിന് ഗുണകരമാകുന്നിടത്തോളം കാലം. അപ്പോൾ എന്താണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. അത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളെയാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് എടുക്കുക. 2G സ്പെക്ട്രം സ്കാമാണ് നമ്മളുടെയൊക്കെ തൊട്ട് മുന്നിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം എനിക്കൊന്ന് ഡാറ്റ പ്രൈവസി ബില്ലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. പി സി ചാക്കോ ആയിരുന്നു. ആ പി സി ചാക്കോ അന്ന് 2G സ്പെക്ട്രം ഒരുപക്ഷെ UPയുടെ പതനത്തിന് തന്നെ കാരണമായ വലിയ സ്കാമാണ്. ആ സ്കാമിൽ മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ് കൊടുത്താണ് പി സി ചാക്കോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. സ്കാമിന്റെ കാര്യത്തിൽ CBIയും അന്വേഷണം വരുന്നു. അപ്പോൾ നോക്കൂ, ഇത് പാർലമെന്റിൽ കത്താൻ പോകുന്ന ആദ്യ വിഷയങ്ങളിൽ ഒന്നാണ്. ഇത് പ്രതിരോധിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും പ്രധാനമന്ത്രി എന്നുള്ളതാണ്. കാരണം ഒരു കൗതുകകരമായ കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലെ ഏജൻസി ഒരു ബ്രാൻഡ് നെയിമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ നെഹ്റുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ചൂലോ സാധാരണക്കാരൻ്റെ പാർപ്പിടങ്ങളോ സാധാരണക്കാരൻ്റെ വഴികളോ ഒക്കെയാണ്. നിങ്ങൾ രാജീവ് ഗാന്ധിയിലേക്ക് പോയാൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും മാരുതിയെക്കുറിച്ചും പറയും. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പട്ടിണി മാറ്റിയതിനെക്കുറിച്ച് പറയും. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ സ്റ്റോക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമല്ല, അതിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് CLSA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രോക്കിംഗ് ഏജൻസി. മോദി സ്റ്റോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 54 കമ്പനികളുണ്ട്. മോദി സർക്കാരിൻ്റെ വിവിധ കാലഘട്ടത്തിലെ പദ്ധതികൾ മൂലം ലാഭമുണ്ടാക്കിയ ഏജൻസികളുടെ പേരാണ് മോദി സ്റ്റോക്സ്. അതിൽ ചില പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. ഇത്തവണ ഈ രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്ന എക്സിറ്റ് പോൾ കൊണ്ട് നേട്ടം കൊയ്ത കമ്പനികളാണവ. അതിലൊന്ന് അദാനി പോർട്സ് ആൻഡ് SEZ ആണ്. രണ്ടാമത്തത് അംബുജ സിമെന്റ്സ് ആണ്. മറ്റൊന്ന് ACC ആൻഡ് അദാനി എന്റർപ്രൈസസ് ആണ്. ഇതടക്കം 54 കമ്പനികളെയാണ് നമ്മൾ മോദി സ്റ്റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മോദി സ്റ്റോക്സ് കമ്പനികൾക്കും അനുകൂലമായ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ചാവശ്യപ്പെട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം. അതും ആദ്യത്തെ അഭിസംബോധന നടത്തുന്നത് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിലൂടെ അതിലെ അമീഷ് ദേവഗൺ എന്ന് പറയുന്ന പത്രപ്രവർത്തകന് മെയ് മാസം 13-ാം തീയതി കൊടുത്ത അഭിമുഖത്തിലാണ് പറയാൻ പോകുന്നത്. ബൈ ഷെയർ മാർക്കറ്റ് ബിഫോർ June 4. ജൂൺ 4 മുമ്പ് ഷെയർ മാർക്കറ്റുകൾ വാങ്ങൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിയും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇന്ന തീയതിക്ക് മുമ്പ് വാങ്ങണം എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. അതിനുശേഷം രണ്ടാമത് വരുന്നത് മെയ് 19-ാം തീയതി. മെയ് 19-ാം തീയതി പറയുന്നത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ വാങ്ങിയാൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് വരാൻ പോകുന്നുവെന്നാണ്. ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. മെയ് മാസം 28-ാം തീയതി അമിത്ഷായും ഇത് ആവർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഷെയറുകൾ വാങ്ങിക്കൂട്ടാനായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തുടർച്ചയായിട്ട് വിവിധ ചാനലുകളിലൂടെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ എക്സിറ്റ് പോളുകൾ വരുന്നത്. ആ എക്സിറ്റ് പോളുകൾ വലിയ രീതിയിലുള്ള ഒരു നേട്ടം BJPക്ക് പ്രവചിക്കുന്നു. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടത് നികേഷ് കുമാർ അത്ഭുതകരമായി തോന്നിയത് 2 ഏജൻസികളുടെ ടാലി 400 കടന്നു. ഏറ്റവും ക്രെഡിബിൾ എന്ന് നമ്മൾ കരുതുന്ന 2 ഏജൻസികളുടെ ടാലി 401 എന്ന് കടന്നു. അത് ആർക്ക് അനുകൂലമായിട്ടാണ്? അബ്കി ബാർ 400 പാർ എന്ന നമ്പറിന് അനുകൂലമായിട്ടാണ് അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് 380 ക്ലോസ് ചെയ്യാം.
390 ക്ലോസ് ചെയ്യാം. ഈ റേഞ്ച് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഈ അടിപൊളി പാളിപ്പോയ മെത്തഡോളജിയാണ് ഇത്തവണ അവരുടേത്. എറർ എന്ന് പറഞ്ഞാൽ ഏകദേശം 60% എററുള്ള എക്സിറ്റ് പോളുകളാണ് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ എററുള്ള എക്സിറ്റ് പോളിൻ്റെ മാർജിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് 400-ലാണ്. ആ 400 എന്ന് പറഞ്ഞാൽ 400 ആണ്. 400 എന്ന് പറഞ്ഞാൽ അബ്കി ബാർ 400 പാർ എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ്. അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കൂ എന്ന് പറയുന്നതും ഒപ്പം തന്നെ ഇത് സൃഷ്ടിക്കുന്ന ഒരു യൂഫോറിയം പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ, പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഈ കൊടുത്ത അഭിമുഖത്തിലോ ഒന്നും മാത്രമല്ല, അതിനു മുൻപ് തന്നെ പൊതുമേഖലാ ഓഹരികളെ കുറിച്ച് ഹാലിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ അവിടെ വരാം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് പ്രധാനമന്ത്രി പറയുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടൂ. സ്റ്റോക്ക് മാർക്കറ്റുകൾ നോക്കൂ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണോ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നിക്ഷേപം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യേണ്ടത്? അതൊരു ഇന്റർനാഷണൽ ബ്രോക്കിംഗ് ഏജൻസി ചെയ്യേണ്ട പണിയാണ്. അത് രാജ്യത്തിലെ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണിയല്ല. ഇപ്പോൾ എത്രയോ ഏജൻസികളുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാവുന്നതാണ് ഈ മോട്ടിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഏജൻസി ഉണ്ട്. അവർ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് തരും, നിങ്ങൾ വാങ്ങേണ്ടത് ഇതൊക്കെ വാങ്ങൂ. അതിനുവേണ്ടിയാണ് അവർക്ക് ഫീസ് കൊടുക്കുന്നത്. ഫിലിപ്പ് ക്യാപിറ്റൽ മറ്റൊരു ഏജൻസിയാണ്. ഈ പണി പ്രധാനമന്ത്രി ഏറ്റെടുക്കേണ്ട. പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടത്? പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി നിർവഹിക്കൂ. അവിടെയാണ് ഇതിൽ തമ്മിലൊരു കോറിലേഷൻ. പ്രധാനമന്ത്രി ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്താ? ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്ന ഈ 54 സ്റ്റോക്കുകളും പ്രധാനമന്ത്രി ഗ്യാരണ്ടിയുമായി വെൽ കണക്റ്റഡ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ ഗരീബ് പവാർ ജൻ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന് പറയുന്ന മറ്റൊരു ഗ്യാരണ്ടി, വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഗ്യാരണ്ടി, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടികളെല്ലാം യഥാർത്ഥത്തിൽ വിവിധ കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റ് റേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കോറിലേഷൻ പഠനമുണ്ട്. അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പോളിസിയും തമ്മിലുള്ള ബന്ധം. അവിടേക്കാണ് ഈ എന്റർപ്രൈസുകളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവുന്നത്. ആ നിക്ഷേപങ്ങളിൽ ഭീമമായ വളർച്ച ഉണ്ടാവുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇന്ന് സംഭവിച്ചിരിക്കുന്നതാവട്ടെ ജൂൺ മാസം 3-ാം തീയതിയും ജൂൺ 4-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ഈ ഓഹരി മാർക്കറ്റിൽ വലിയ ട്രാഫിക് ഉണ്ടാവുന്നത്. ആ ട്രാഫിക് ഏതിൻ്റെ റിസൾട്ടാണ്? ജൂൺ 1-ാം തീയതി പുറത്തു വരുന്ന എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടാണ്. അതിനു മുൻപ് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് പ്രകാരമാണ് നേരത്തെ വി നികേഷ് കുമാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന 19.2 ലക്ഷം കോടി എന്ന ഓഹരി കടന്ന് 19.4 ലക്ഷം കോടിയിലേക്ക് അദാനിയുടെ സ്റ്റോക്ക് വളരുന്നത്. അത് ഈ വീഴ്ചയ്ക്ക് ശേഷം, ചെറിയ വീഴ്ചയല്ല, സെൻസെക്സും നിഫ്റ്റിയുമാണ് വീഴുന്നത്. എത്രയാണ് വീഴുന്നത്? ആവറേജ് 5.7 to 6.7 ആണ് വീഴുന്നത്. ആ വീഴ്ചയിൽ എത്രയാ താഴേക്ക് പോകുന്നതെന്ന് അറിയാമോ? 15.2 ലക്ഷം കോടിയിലേക്ക് അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് ചെയ്തേക്കുന്നത്. ഈ സമയത്തിൽ അതിൽ നിക്ഷേപിച്ച 5 കോടി നിക്ഷേപകരുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഫാമിലീസ്. അവരുടെ കാര്യമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അവരുടെ എക്സ്പെൻസിൽ ഇത്രയും മനുഷ്യരുടെ ജീവിതത്തെ പെരുവഴിയിലാക്കിയ ഒരു എക്സിറ്റ് പോൾ ഓഹരി കുംഭകോണം എന്ന അലിഗേഷൻ വരുമ്പോൾ അതത്ര നിസ്സാരമായ അലിഗേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട അലിഗേഷനാണ്. ഇനി പാർലമെന്റിൽ ഈ വിഷയം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നതോടുകൂടി മാധ്യമ ശ്രദ്ധ വരും. ഈ വിഷയങ്ങളെല്ലാം എങ്ങനെയാണ് മോദി സ്റ്റോക്സ് പ്രവർത്തിച്ചത്, ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോദിയുടെ പോളിസി കൊണ്ട് ഏതൊക്കെ കമ്പനികൾ ലാഭമുണ്ടാക്കിയിരുന്നു, അത് ബോഫോഴ്സിനേക്കാൾ, അത് ഹർഷത് മേത്തയേക്കാൾ, കേതൻ പരീഖിനേക്കാൾ വലിയ വിവാദവും വലിയ വിഷയവുമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഐ റിപ്പീറ്റ്, ഇതൊരു ട്രെയിലർ മാത്രമാണ്. പിക്ചർ അഭി ബാക്കി ഹേ. രാഹുൽ പണി തുടങ്ങിയോ? രാഹുൽ പണി തുടങ്ങി. 2014 ശേഷം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നു. അത് വരെ 10% പോലും ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാഹുൽ തന്നെ ആകണമെന്നുള്ളത് മുന്നണിയും ആലോചിക്കുന്നു എന്നറിയുന്നു. കോൺഗ്രസ് അപ്പോൾ തീരുമാനം എടുക്കാൻ പോകുന്നു. ഏതായാലും വിധി വന്ന് 3-ാം നാൾ തന്നെ വലിയൊരു ആരോപണവുമായി. അത് 30 ലക്ഷം കോടിയുടെ അഴിമതി ആരോപണം, കുംഭകോണം എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ പറയുന്നതിൽ നിന്നും സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ ഓഹരി വിപണിയെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകളായപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ. എന്തിനാണ് ഒരു പ്രധാനമന്ത്രി, ഒരു ധനമന്ത്രി, ഒരു ആഭ്യന്തരമന്ത്രി നിങ്ങൾ ഓഹരിയിൽ നിക്ഷേപിക്കൂ, ഇതാ 4-ന് ശേഷം ഞങ്ങളിതാ അധികാരത്തിൽ വരാൻ പോകുന്നു, വലിയ ബൂം ഉണ്ടാകാൻ പോകുന്നു എന്നെങ്ങനെയാണ് പറയുക? പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നതിൽ തന്നെ ഒരു സംശയകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ദിവസങ്ങളും കണക്കുകളും വെച്ചിട്ടാണ്
പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആരോപണം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കൾ നടത്തിയിരിക്കുന്നു. ഇതിനായി വ്യാജ എക്സിറ്റ് പോൾ സർവേകൾ മാധ്യമങ്ങളോട് സംപ്രേഷണം ചെയ്തു. അത് വ്യാജ എക്സിറ്റ് പോൾ സർവേകളായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരേപോലെ വിവിധ ചാനലുകളിൽ വിവിധ സർവേകൾ വരുന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഈ സർവേ നടത്തിയവരും ഇതിൽ നിക്ഷേപിച്ച വിദേശ നിക്ഷേപകരും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് കൂടിയാണ് രാഹുൽ എന്ന് ചോദിച്ചിരിക്കുന്നത്. ആ തരത്തിലേക്ക് അന്വേഷണം വേണം. ഇതിൽ JPC അന്വേഷണം വേണമെന്ന് പറയുന്നു. ജൂൺ 4 സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഇടുമെന്നാണ് മോദിയും അമിത്ഷായും പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്കുകൾ വാങ്ങി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ 5 കോടിയോളം ആളുകൾ അല്ലേ ഇത്തരത്തിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ചത് ആരാണ്? നിക്ഷേപിച്ചതിൽ അധികം ഇടത്തരക്കാരായ നിക്ഷേപകരാണ്. സാധാരണക്കാരായ ഒരുപാട് യുവാക്കളുണ്ട്. അവർ ഈ തരത്തിൽ ഓഹരി എന്താ പറയുക ഈ ബിസിനസ്സിൽ നടക്കുന്ന ചെറുകിട നിക്ഷേപകർ അവർക്ക് വലിയ തോതിൽ നഷ്ടം വന്നു. ഈ നഷ്ടം വന്നത് ഇവരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവരൊരു പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടാവുക പ്രതിപക്ഷം. അങ്ങനെ ഒരു തെളിവ് ഈ നഷ്ടം വന്നവർ തന്നെയായിരിക്കുമല്ലോ ഇവരുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇടനിലക്കാരായി ഇവർ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും. അപ്പോൾ JPC അന്വേഷണം എന്നുള്ളൊരു ആവശ്യം അവിടെ മുന്നോട്ട് വയ്ക്കുന്നു. JPC അന്വേഷണം നേരത്തെ ഉണ്ടായ JPC അന്വേഷണങ്ങളുടെ എന്താണ് അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഹിൻഡൻബർഗ് വിഷയം വന്ന സമയം അതും വലിയ രീതിയിൽ ഉയർന്നതാണ്. അപ്പോൾ ഹിൻഡൻബർഗ് വന്നപ്പോൾ അന്വേഷിച്ചോ? ഈ JPC അന്വേഷിക്കുമായിരിക്കും എന്നൊക്കെ ഇപ്പോൾ സുജയ പറയുന്നു. JPC അന്വേഷിച്ചിട്ട് ഈ ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഇന്ത്യൻ ഓഹരി വിപണിയെ തന്നെ തകർക്കാനുള്ള ആരോപണമാണ് എന്നായിരുന്നു മോദിയുടെയും കൂട്ടരുടെയും വാദം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തെ എതിർക്കുന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. ഇനി സെബിയുടെ അന്വേഷണം പറഞ്ഞു. സെബിയുടെ അന്വേഷണം ഒരു ഘട്ടം വരെ നടത്തി. അത് കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലൊന്നും സുതാര്യതയില്ലാതെ ഇത്രയും കാലം മുന്നോട്ട് പോയി. ഇന്ന് രാഹുൽ പറയുന്നുണ്ട് പഴയ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ മോദിക്ക് എന്ന്. അതുതന്നെയാണ്, പഴയ കാലമല്ല, ഇനി അങ്ങോട്ട് കാലം മാറുന്നു. പ്രതിപക്ഷം നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ പാർലമെൻറ്റ് പഴയ പോലെ പാർലമെൻ്റ് അല്ല. എന്ത് പറഞ്ഞാലും ഈ പ്രതിപക്ഷത്തെ സ്വരമൊന്നും ഉയരുമ്പോഴേക്കും എടുത്ത് പുറത്താക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഒരു ചെറിയ 1-2 ശബ്ദങ്ങളായിരിക്കില്ല. അപ്പോൾ പഴയ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സഖ്യകക്ഷികളാകി വന്നിരിക്കുന്ന ആളുകളോ എന്താണോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം മോദിയും കൂട്ടരും നടത്തിയത് അതിന് നേരെ എതിർ നിലപാടുള്ളവർ, അതിൽ ശക്തമായി ആ വാദം ഉന്നയിച്ചിട്ടുള്ള ജാതി സെൻസസ് എന്നുള്ളത് എൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്ന നിതീഷ് കുമാറാണ് ഇവർക്കൊപ്പം വന്നിരിക്കുന്നത്. ജാതി സെൻസസ് എന്നുള്ള ആവശ്യം ബീഹാറിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെന്ന ആവശ്യം ഇതിനകം തന്നെ JDU മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഇത് ഒരു പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം പറയുകയാണ്. അപ്പുറത്ത് UCCയുമായി ബന്ധപ്പെട്ട് എന്താണോ മോദിയും കൂട്ടരും പറയുന്നത് നേരെ വിപരീത അഭിപ്രായമാണ് നിതീഷിനുമുള്ളത്, ചന്ദ്രബാബു നായിഡുവിനുള്ളത്. ഇനി മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നെടുത്തത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നായിരുന്നല്ലോ മോദി എല്ലായിടത്തും പറഞ്ഞു നടന്നത്. മുസ്ലിങ്ങൾക്ക് 4% സംവരണം മടക്കിക്കൊണ്ടുവരും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കാനുള്ള ശക്തി ഈ 2 കൂട്ടർക്കുമുണ്ട്. ഈ 32 എന്ന കണക്കിൽ കിടന്ന് നല്ലവണ്ണം തലവേദന അനുഭവിക്കും മോദി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. ഇന്നലത്തെ NDA യോഗത്തിന് ശേഷമുള്ള മോദിയുടെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ നെഞ്ചുവിരിച്ചുള്ള നിപ്പൊക്കെ അല്പം മാറിയിരിക്കുന്നു. ഇനി ത്രയം തീരുമാനിക്കുമെന്ന്, ത്രയം മാത്രമല്ല ഇനിയും ഉണ്ടല്ലോ അങ്ങോട്ട് ചെറുകിട കൂട്ടർ, അവരുടെയൊക്കെ ആവശ്യങ്ങൾ അവിടെ മുന്നോട്ട് ഇതിനകം വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോദിയും BJP ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ BJP വെക്കണം, തങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണമെന്ന് വിചാരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ ഇപ്പുറത്തും ആവശ്യപ്പെടുന്നുണ്ട്. സ്പീക്കർ സ്ഥാനം മാത്രമല്ല ധനവകുപ്പ് അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. JD ആകട്ടെ 3 MP മാർക്ക് 2 മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യം പറഞ്ഞു. എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അവിടെ ഉറപ്പാക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ഈ 2 കൂട്ടരായാലും അവസരം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ നല്ല കെൽപ്പുള്ളവരാണ്. അത് ചരിത്രത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അപ്പുറത്ത് മറ്റു വഴികളൊക്കെ ഒരു നോക്കുമായിരിക്കാം. ഇനി പ്രതിപക്ഷം പഴയ പോലെ വിഡ്ഢികളായി നിൽക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മാന്യവരായി നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ അതേ തന്ത്രം നമുക്ക് വേണ്ട എന്ന ആലോചനയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയം എന്നാണല്ലോ അതിന് അവർ പേരിട്ടിരിക്കുന്നത്. ആ പ്രായോഗിക രാഷ്ട്രീയം ഇവർ ഇനി നടപ്പാക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്ര എളുപ്പമല്ല, മോദിക്ക് ഇനി ഒരു കാര്യം എളുപ്പമല്ല. സാധാരണ പറയാറുണ്ട്, ഒരു കാർട്ടൂൺ കണ്ടത് ഇങ്ങനെയാണ്, നരേന്ദ്രമോദിയും JDU നേതാവ് നിതീഷ് കുമാറും 2 റിമോട്ടുകളും നരേന്ദ്രമോദി ഒരു TVയുമായി കഴിഞ്ഞിരിക്കുന്നു. അഥവാ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറയുന്ന റിമോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു TV മാത്രമാണ് ഇനി നരേന്ദ്രമോദി എന്ന അവസ്ഥയിലേക്ക്. നേരത്തെ നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വിഷയത്തിൽ മുന്നണി വിട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡു ആദ്യം മുന്നണി വിടുമ്പോൾ ഗുജറാത്തിൽ വേണ്ട വിധത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത് നരേന്ദ്രമോദിയുടെ പ്രവർത്തന രീതിയിൽ 2018 പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ. ആന്ധ്രാപ്രദേശിന്റെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്
ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുകയാണല്ലോ, അതിന് മറുപടി വന്നിട്ടില്ല. അല്ല, അത് പ്രത്യേക പദവി- രണ്ടുപേരും ആവശ്യപ്പെടുമല്ലോ. പ്രത്യേക അന്നേരം പദവി ആവശ്യപ്പെടും. കൊടുക്കാൻ പാടില്ല എന്നാണ്. ഫിനാൻസ് കമ്മീഷൻ അതാണ് റിപ്പോർട്ട് വരാൻ പോവാണ്. അല്ല, 14ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പാടില്ല എന്നാണ്. പക്ഷെ അവർ പ്രത്യേക പദവി ഇല്ലാതെ ഇതൊക്കെ നേടിയെടുക്കുന്നേ. ഫിനാൻസ് കമ്മീഷനാണ് ഈ അധികാരമേറ്റാൽ ഉടൻ ചെയ്യാൻ പോകുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്. അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. നോക്കൂ, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബലൂൺ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എന്തായാലും റിവൈവലിൻ്റെ പാതയിലാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് റിവൈവലിൻ്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആക്കം കൂട്ടേണ്ടത്, ആ മൊബിലൈസേഷൻ നടത്തേണ്ടത് മറ്റൊരു എഞ്ചിനില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എഞ്ചിൻ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, ഈ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൃത്യമായ രീതിയിൽ ആൻറ്റി ഇൻകംബൻസി മുദ്ര ചെയ്ത 3 സംസ്ഥാനങ്ങളാണ്. ആ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയും ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെടും. പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ടീഷർട്ട് ഇട്ട് നടന്നാൽ പറ്റുമെന്ന് അറിയില്ല. ഇതിനിടയിൽ ഒരു കാര്യം പറയാം. എന്തായാലും ഇനി അങ്ങോട്ട് 3rd ടേമിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ UCC ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ്. അതിന് JDU ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതിന് JDUവും TDPയും പൂർണ്ണ പിന്തുണയാണ്. അതുപോലെ തന്നെ TDP നേരത്തെ തന്നെ അതിന് ഫേവറബിൾ ആണ്. ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന JDU ആണ്. TDP നേരത്തെ തന്നെ അതിനെ ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ്. ഒരിക്കൽ പോലും അതിനെ എതിർത്തിട്ടില്ലാത്ത പാർട്ടിയാണ് TDP. സഖ്യത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അത് തന്നെയാണ് TDPയുടെ സ്റ്റാൻഡ്. അപ്പോൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ, UCC, ഇതൊക്കെ ഈ 3ാം ടൈമിൽ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട്, പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ NDA പിരിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് വലിയ നേട്ടമാണ് നേടിയത്, ശരിയാണ്. കാരണം 2014-ലും 2019-ലും 2024-ലും കൂടി കോൺഗ്രസ് നേടിയ ടാലി 200 എത്തിയിട്ടില്ല. 200 എത്താൻ പോകുന്നതേ ഉള്ളൂ. 2014-ലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് 2019-ലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് 2024-ലെ കോൺഗ്രസിന്റെ ടാലി എന്ന് പറയുന്നത് പോലും ഇത്തവണ ഈ BJP ഒറ്റയ്ക്ക് നേടിയ 240 അത്രയും ആയിട്ടില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഒക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല ഇത്തവണ ഈ 35, ഞാൻ കഴിഞ്ഞ ദിവസം 31 എന്ന് പറഞ്ഞു, കുറച്ചുകൂടി പിന്നിലും അതെ, ഈ പറയുന്ന BJP അല്ലാതെ മറ്റൊരു പാർട്ടിയും 232 സീറ്റുകളിലധികം കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ നേടിയിട്ടില്ല. 89-ൽ അത് 197 ആയിരുന്നു, 91-ൽ 232. അതിനുശേഷം ഇപ്പോഴാണ് ഒരു 240-ലേക്ക് വരുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയ UPAയുടെ ടൈമിലേത് നോക്കൂ, 2004-ൽ 145 കോൺഗ്രസിന്റേത്, 2009-ൽ 206 ആണ്. ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം. ഇനി ആ കണക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മയുണ്ടാവണം. എന്താണെന്നറിയാമോ, ഈ 240 കിട്ടിയിട്ടും 250 കിട്ടിയിട്ടും 260 കിട്ടിയിട്ടും ഒരു കാര്യമില്ല. 272 കിട്ടിയില്ലെങ്കിൽ കാരണം അതാണ് ഭൂരിപക്ഷം. അതെ, അത് NDAക്കുണ്ട്. ഒന്നിച്ച് മത്സരിച്ച അല്ലാതെ പറഞ്ഞത് 303 സീറ്റുകളുള്ള ലെവലിൽ നിന്ന് 240 സീറ്റിലെത്തി ഈ പാവം ചന്ദ്രബാബു നായിഡുമായിട്ട് നാട്ടു കളിക്കാൻ പോകേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ടാ. അതേ ചന്ദ്രബാബു നായിഡു ഇപ്പൊ നാട്ടു അല്ല, അത് പ്രീപോൾ അലയൻസ് ആണ്. അറിയാതെ മണ്ടത്തരം പറയല്ലേ. പ്രീപോൾ അലയൻസ് ആയി അന്തസ്സായി മത്സരിച്ച് നേടിയതാണ് 90. ഇതേപോലെ മത്സരിച്ചല്ലോ, എല്ലാ കാർഡ് ഇറക്കിയല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആ പാർട്ടി റിവൈവലിന്റെ പാതയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. 99+1 ഇന്നിപ്പോ ഒരു വിമതൻ കോൺഗ്രസിനോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ 100 എന്ന് കൂട്ടാം, വേണ്ട 99 കൂട്ടിയാൽ മതി. അതൊന്നും വലിയ 200 ആയില്ല സാർ, 15 വർഷത്തെ എടുക്കുമ്പോ 100 ആയിട്ടുള്ള കോൺഗ്രസ് ഗ്രോത്താ എത്ര പെർസെന്റേജ് കോൺഗ്രസിനാ? കോൺഗ്രസിന്റെ നിങ്ങൾ എന്ത് ഗ്രോത്ത് ആണ് ഈ പറയുന്നത്? അധികാരത്തിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. 44, 52, 99 14 സീറ്റ് കിട്ടിയ പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇപ്പൊ 99-ലുണ്ട്. ശരി, 99-ലേ ഉള്ളൂ. തകർന്ന് കിടക്കാണ്. അതിന്റെ റിവൈവൽ പാതയാണ് അടുത്ത 5 വർഷം. ഈ സർക്കാർ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി 2-3 ഘടകകക്ഷികളെ വെച്ച് നയിക്കുന്ന സർക്കാരല്ലേ, അത് എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ടറിയാം. കോമൺ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ RSS അജണ്ടയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലല്ല, കേൾക്കൂ, ഇതൊക്കെ പഴയ കാലത്തിന്റെ ഓർമ്മയുടെ തികട്ടലാണ്. UCC നടപ്പാക്കും, 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പാക്കും. കൺസെൻസസ് ഓൺ UCC എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഹിന്ദു കോഡ് അല്ല വരാൻ പോണത്, യൂണിഫോം സിവിൽ കോഡാണ്. നിങ്ങൾ പ്രചരിപ്പിച്ചു, ഇന്ത്യ മുന്നണി പ്രചരിപ്പിച്ചു. രാഹുൽ തുടങ്ങിയെങ്കിൽ ഇപ്പോഴത്തെ മോദിയും തുടങ്ങി. അതന്നെ പഴയ കാലമല്ല. ഇടതുപക്ഷം 1, NDA 1 കേരളത്തിൽ. ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു, നടക്കില്ല. മൻ കി ബാത്ത് ഇനി നടക്കില്ല. പറയുമ്പോൾ നമ്മൾ പണ്ട് നമ്മൾ പറയല്ലോ, ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി, ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങൾ. കേരളത്തിലും അതെ.
ഈ കഴിഞ്ഞ തവണ 200 ഒളിഞ്ഞതൊക്കെ വിശദീകരിക്കണം. വരാം അടുത്ത ഒരു സബ്ജക്ട്. കാര്യം ഇനി subject സമയം കഴിഞ്ഞ ഉണ്ടോ? തവണ 224 മണ്ഡലങ്ങളിൽ 50% ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 155 സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ശ്ശോ, കഷ്ടായി പോയി. നേരിട്ട് കഷ്ടായി പോയി. അതാ പറഞ്ഞത്. കഷ്ടായി പോയി. മത്സരിച്ചതിൽ 70% ഇപ്പോഴും BJP വിജയം. എവിടെ രാഹുൽ ഗാന്ധി? BJP രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം എവിടെ? 52 നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് 30% ഉള്ളൂ. ഗ്രോത്ത് റേറ്റ് ആണ്. നേരിട്ട് അബ്കി ബാർ 400 പാർ, അബ്കി ബാർ 400 പാർ പറഞ്ഞവരാണ് ഇപ്പൊ പറയുന്നത്. കുറച്ചേ അതും അറിയോ? അബ്കി ബാർ അല്ല, അബ്കി 10 വർഷം ഭരിച്ച ഒറ്റക്കണക്ക് ഡോക്ടർ അരുൺ, സ്മൃതി പരുത്തിക്കാട്, MV നികേഷ് കുമാർ 3 പേരോടും കൂടിയാണ്. UPA 2 ടൈം ഭരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് എത്രയാ? സീറ്റ് എത്രയാ പറഞ്ഞു? സീറ്റ് എത്രയാ? പകുതിയുണ്ടോ? പകുതിയുണ്ടോ? നാണമില്ല. എനിക്ക് നാണമല്ല, അഭിമാനമാണ്. അധികാരത്തിൽ വന്നില്ല. അധികാരത്തിൽ മോദിയുടെ കൂടെയാണ്. BJP-യിലെ ഒരു മോദിയുടെ കൂടെയാണ്. വിജയവർഗീയ എന്ന് പറഞ്ഞ വാചകം BJP MP വിജയവർഗീയ പറഞ്ഞ വാചകം എന്താ അറിയോ? ആ മനുഷ്യൻ അധ്വാനം ചെയ്തത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. മോദി ഭരിക്കുന്നത് കണ്ട്, NDA ഭരിക്കുന്നത് കണ്ട് ഉച്ചവും പരിഹാസവും വിളമ്പുന്ന 5 വർഷം കൂടി നയിച്ചു പോകാം സാർ. അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പോ അബ്കി ബാർ 400 പറഞ്ഞ BJP-യുടെ അവസ്ഥ എന്താണെന്നറിയോ? ഭരിക്കുന്നത് മോദി. എന്താണെന്നറിയോ സുജയ? ശ്രദ്ധിച്ചു കേൾക്കണം. അബ്കി ബാർ 400 ബാർ പറഞ്ഞ മോദി ഇപ്പൊ പറയുന്നത് അബ്കി ബാർ ചോക്കോ ബാർ എന്നാണ്. എത്ര തരംതാണ് ട്രോള്. പോരാളി ഷാജി ഇതിലും നമുക്ക് അവസാനിപ്പിക്കാം. ഒരു Meet the editors.